അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 64 മുതൽ 70 വരെയുള്ള ആയത്തുകൾ, ഈ 2-ാം ഭാഗത്തിന്റെ അവസാനം, അതാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. വമാ അർസൽന മിർ റസൂലിൻ, നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ. വലൗ അന്നഹും ഇദ് ളലമു അൻഫുസഹും, അവർ തങ്ങളോട് തന്നെ അതിക്രമം ചെയ്ത ആ സന്ദർഭത്തിൽ, ജാഊക, നിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ, ഫസ്തഗ്ഫറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ ദൂതൻ അവർക്ക് വേണ്ടി പാപമോചനത്തിന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർക്ക് അല്ലാഹുവിനെ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമായി കാണാമായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടുവന്നിരുന്ന ആ കാര്യത്തിന്റെ ഒരു കൺക്ലൂഷനായി ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അവര് ജൂതന്മാരായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ, അവരുടെ കാപഠ്യം, ഇതൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അള്ളാഹുവിലും അവന്റെ റസൂലിലും ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവര് പ്രയോഗതലത്തിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നാൽ റസൂലിനെ അല്ലാഹു അയച്ചിട്ടുള്ളത് വഅള് പറയാൻ വേണ്ടി അല്ല, അല്ലെങ്കിൽ വഅള് പറയാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് നല്ലത്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത് അവര് പറയുന്നത് കേട്ട് മറ്റുള്ളവർ അനുസരിക്കാൻ വേണ്ടിയാണ്. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു ദൈവദൂതനെയും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നത്. വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൽപ്പന അവൻ അനുസരിച്ചു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതീഉല്ലാഹ വ അതീഉർ റസൂൽ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ മനസ്സിലാക്കിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവെ നിങ്ങൾ അനുസരിക്കുക, പ്രവാചകനെയും അള്ളാഹു നിശ്ചയിച്ചു തന്ന ദൂതനെയും നിങ്ങൾ അനുസരിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇത് മുഹമ്മദ് നബിക്ക് മാത്രം ബാധകമായ കാര്യമല്ല,
ഇതിനു മുമ്പ് വന്നിട്ടുള്ള സകല പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചിട്ടുള്ളത് ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അനുസരണമാണ് പ്രവാചകന്മാർക്ക് വേണ്ടത്. അവര് നിങ്ങളോട് എന്തെങ്കിലും പൈസ ചോദിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്നു. ആ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ അന്നഹും ഇദ് ളലമു അൻഫുസഹും, അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് ളലമു അൻഫുസഹും, അവരവരോട് തന്നെ അക്രമം ചെയ്തു. എന്താ ഈ അവരോട് തന്നെ അക്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമൊക്കെ വഞ്ചന കാണിച്ചു, സത്യവിശ്വാസികളോട് വഞ്ചന കാണിച്ചു. അതിന്റെ ഫലം അവരവരോട് തന്നെ വഞ്ചന കാണിച്ചു എന്നാണ്. മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ഒപ്പം നടക്കുകയും മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കുകയും ചെയ്തു. ഇത് ളലമു അൻഫുസഹും. മദീനയിലുണ്ടായിരുന്ന കപടവിശ്വാസികൾ, അവര് പള്ളിയിൽ വരും, നബിയെ കാണും, ഞങ്ങൾ നബിന്റെ കൂടെയാണെന്ന് പറയും. പക്ഷേ അവര് രഹസ്യമായി ജൂതന്മാരോടും മുശ്രിക്കുകളോടും സന്ധി ഉണ്ടാക്കി. എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ രഹസ്യമായി പ്രചരണം നടത്തി, രഹസ്യമായി സൈനികമായി പോലും സംഘടിച്ചു. അത് അവരവരോട് ചെയ്ത അക്രമമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അക്രമം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അവരെ അള്ളാഹു ശിക്ഷിക്കുമായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരികയും പടച്ചവനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് നീ അത് പൊറുത്തു തരേണമേ എന്ന് അള്ളാഹുവോട് പറയുകയും അള്ളാഹിന്റെ റസൂലിനോട് വന്ന് ഞങ്ങൾക്ക് പൊറുത്തു തരാൻ റസൂലേ അങ്ങ് അള്ളാഹുവിനോടൊന്ന് ആവശ്യപ്പെടണം, പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂലിനോട് വന്ന് അവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വിട്ടുകൊടുക്കുമായിരുന്നു, അവരുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഈമാൻ കാര്യം പഠിച്ചിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യമാണെന്ന്. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, മറ്റൊന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അല്ലേ? അൽ ഈമാനു ബില്ലാ വൽ ഈമാനു ബിർറുസുൽ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രവാചകന്മാരിലുള്ള വിശ്വാസവും. ഇതിനെ തൗഹീദ്, റിസാലത്ത് എന്ന് പറയും. 3ാമത്തെ കാര്യം ആഖിറത്താണ്. അപ്പൊ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പടച്ച തമ്പുരാനാണ് നമ്മുടെ സ്രഷ്ടാവ്, പടച്ച തമ്പുരാനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ 2ാമത്തെ അതിന്റെ പാർട്ട് അൽ ഈമാനു ബിർ റുസുൽ, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് നബി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കലാണോ പ്രവാചകന്മാരിലുള്ള വിശ്വാസം? ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, ഓക്കെ, അതെനിക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, ഖുർആൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഓക്കെ. ഇതാണോ വിശ്വാസം എന്ന് പറഞ്ഞത്? പ്രവാചകന്മാരുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരുടെ എല്ലാം പിന്മുറക്കാരനായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്, അന്ത്യപ്രവാചകനായി. ആ അന്ത്യപ്രവാചകനായ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതെല്ലാം ഞാൻ പൂർണ്ണമായും അംഗീകരിക്കേണ്ടവനാണ്, പൂർണ്ണമായും അനുസരിക്കേണ്ടവനാണ്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ചതെല്ലാം എനിക്ക് ബാധകമായ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ അൽ ഈമാനു ബിർ റുസുൽ എന്ന് പറഞ്ഞത് ഫലവത്താവുകയുള്ളൂ. അപ്പോ അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഈ 2 വിശ്വാസ കാര്യങ്ങളോടൊപ്പം കർമ്മകാര്യങ്ങളിലും ഇത് 2ഉം പ്രധാനമാണ്. അള്ളാഹു പറഞ്ഞത് അപ്പടി ഞാൻ അനുസരിക്കും,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അപ്പടി ഞാൻ അനുസരിക്കും, ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കും. അപ്പോൾ പ്രവാചകനിൽ വിശ്വസിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ അനുസരിക്കുക. ഇത് പറ്റൂല എന്നാണ് അള്ളാഹു വളരെ സിമ്പിളായിട്ട് പറയുന്നത്. നിങ്ങൾ മുഹമ്മദ് നബിയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എന്നിട്ട് ഇപ്പുറത്ത് ജൂതന്മാരുടെ താവൂത്തിന്റെ അടുത്തേക്ക് പോകുന്നു, അവരുടെ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നു, അവരുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് അവര് പറയുന്നത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. പറ്റില്ല. നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതും കൂടി നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ മോമിനാവുള്ളൂ. റസൂലിനെയും നിങ്ങൾ അംഗീകരിക്കണം. അപ്പൊ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്നതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് റസൂലിനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, റസൂൽ പറഞ്ഞ് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് പ്രവാചകന്മാരെ എന്തിനാ അയച്ചത്? പ്രവാചകന്മാരെ അയച്ചത് നിങ്ങൾ പ്രവാചകന്മാരിൽ വിശ്വസിക്കാനും പ്രവാചകന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ട് നടക്കാനും വേണ്ടിയാണ്. സൂറത്തു നിസായിൽ തന്നെ ഇനി 80-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിനെ ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവെ അനുസരിച്ചിരിക്കുന്നു. വമൻ തവല്ല, നീ ആരെങ്കിലും റസൂലിനെ അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീള, അവരുടെ മേൽനോട്ടക്കാരനായിട്ടൊന്നും നിന്നെ അയച്ചിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം, അംഗീകരിക്കാം, ഇല്ലെങ്കിൽ അവർ അവരുടെ പോണ പാട്ടിന് പോകട്ടെ. ഇനി വരാൻ പോകുന്നുണ്ട്. സൂറത്തു നിസായിൽ തന്നെ 14-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചാണ്, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹ് പറയുന്നത് കേൾക്കാതിരുന്നാൽ, അള്ളാഹു അയച്ച റസൂല് പറയുന്നതും കേൾക്കാതിരുന്നാൽ, വയതഅദ്ദ ഹുദൂദഹു, അവന്റെ പരിധികൾ ലംഘിച്ചാൽ, യുദ്ഖിൽഹു നാറൻ ഖാലിദ, അവനെ ശാശ്വതമായ നരകത്തിൽ നാം എറിയും. ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, വളരെ നിന്ദ്യമായ ശിക്ഷ അവർക്ക് അവിടെ ലഭിക്കും. സൂറത്തുൽ ജിന്ന് 23-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എതിർക്കുകയാണെങ്കിൽ, അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ, ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ, അവന് നരകമായിരിക്കും, നരകത്തിന്റെ തീയായിരിക്കും അവന് ശിക്ഷ, അതിൽ അവൻ എന്നെന്നും കഴിയേണ്ടി വരും. അപ്പോൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. പ്രവാചകന്മാരെ അള്ളാഹ് അയച്ചിട്ടില്ല ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാ. എന്താ ബിഇദ്നില്ലാ എന്ന് പറയാൻ കാരണം? നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ ന്യായം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ അനുസരിക്കണം, അംഗീകരിക്കണം. വൈ? എന്താ കാരണം? ഓൺ വാട്ട് ബേസിസ്? എന്തടിസ്ഥാനത്തിലാണ്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. നമ്മൾ റസൂലിനെ അനുസരിക്കുന്നത് റസൂലിനെ അനുസരിക്കാൻ അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹ് പറയാത്ത ഒരു കാര്യം റസൂൽ നമ്മളോട് പറയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞയച്ച ദൂതനെ നിങ്ങൾ അനുസരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനാൽ, അതാണ് ബിഇദ്നില്ല എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു പറഞ്ഞു റസൂലിനെ അനുസരിക്കാൻ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹ് നിശ്ചയിച്ചു തന്ന റസൂലിനെ അനുസരിക്കണം. അപ്പൊ ഞാൻ അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ് ഞാൻ റസൂലിനെ അംഗീകരിക്കുന്നത്, അനുസരിക്കുന്നത്. അതാണ് ഇല്ലാ ലിയുതഅ ബിഇദ്നില്ല എന്ന് പറഞ്ഞത്. ഇതെന്നാണ് ശരിക്കും പെർമിഷൻ എന്നാണ്. പക്ഷെ ഇവിടെ സ്യൂട്ടാകുന്ന ഒരർത്ഥം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹു പറഞ്ഞത് പ്രകാരം അള്ളാഹുവിന്റെ ദൂതനെ അനുസരിക്കാനല്ലാതെ, അനുസരിക്കപ്പെടാനല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇനിയുള്ള ആയത്തിന്റെ ബാക്കി ഭാഗം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരായത്തിന്റെ ശകലം കൂടിയാണിത്. വലൗ അന്നഹും ഇത് ലലമു അൻഫുസഹും, അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്തപ്പോൾ. എന്താ ഈ തങ്ങളോട് അക്രമം ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു പറഞ്ഞു, പക്ഷെ റസൂലിനെ അവർ ധിക്കരിച്ചു. റസൂല് പറയുന്നത് കേൾക്കാതെ അവർ തന്നിഷ്ടപ്രകാരം നടന്നപ്പോൾ, അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവർ വന്നിരുന്നുവെങ്കിൽ നിന്റെ അടുത്തേക്ക് വരികയും ഫസ്തഗ്ഫറുല്ലാഹ്, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു,
റസൂൽ അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുകയും ചെയ്തിരുന്നെങ്കിൽ. ഇവിടെ ചില ആൾക്കാര് വസ്തഗ്ഫറ ലഹുമുർ റസൂല ലൂ എന്നുള്ളതിന് ഇല്ലാന്നാക്കിയതായി കാണാം. ബോധപൂർവം അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ലൂ എന്നുള്ളതില്ല. നമുക്കിപ്പോ ലൂ എന്നുള്ളത് ലാ ആക്കിയപ്പോ എന്താന്ന് നമ്മൾ ചോദിക്കാൻ വലിയ വ്യത്യാസമുണ്ട്. വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി റസൂൽ പാപമോചനത്തിന് പ്രാർത്ഥിച്ചു എന്നാണ്. എന്നാൽ വസ്തഗ്ഫറ റസൂല എന്ന് പറഞ്ഞാലോ റസൂലിനോട് അവര് ഞങ്ങൾക്ക് പുറത്തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്നായി. അത് അത്തരത്തിലുള്ള തങ്ങളുടെ വ്യാജ പ്രാർത്ഥനകൾക്ക് ഒരു അടിസ്ഥാനം കിട്ടാൻ വേണ്ടി പുരോഹിതന്മാർ ചെയ്യുന്നൊരു കള്ളക്കളിയാണ്. റസൂലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹ് നിശ്ചയിച്ചാണ് റസൂൽ. പക്ഷെ റസൂലിനോട് പഠിച്ചവനെ ഞങ്ങൾക്ക് പുറത്തരണേ എന്ന് പറയുന്നത് പോലെ റസൂലെ ഞങ്ങൾക്ക് പുറത്തരണേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ റസൂലിന് പാപം പൊറുക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. ക്രിസ്ത്യാനികൾ അവരുടെ ഈ പാപം പൊറുക്കാനായിട്ട് അച്ഛന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് അല്ലേ? കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് എന്താണ് അച്ഛന്മാരോട് പറയുന്നത്? അച്ചോ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, പൊറുക്കണം. അതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. വളരെ തന്ത്രപരമായി ഈ കുമ്പസാരത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ഇഷ്യൂ ആയിരുന്നു. ലോകതലത്തിൽ തന്നെ അത് വലിയ പ്രശ്നമാണ്. കുമ്പസാരക്കൂട് പൊളിച്ചു കളയണം. പല ക്രിസ്ത്യാനികളും ആവശ്യപ്പെടുന്നത് തന്നെ. കാരണം നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന കുറ്റങ്ങളും തെറ്റുകളും അബദ്ധങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ വേറെ മനുഷ്യനോട് പറയണം. സ്വാഭാവികമായ രസകരമായൊരു കഥ ഉണ്ട്. ഒരു കള്ളൻ 10 കൊല വാഴക്കൊല വെട്ടി അതൊക്കെ കട്ടെടുത്ത് വന്നിട്ട് കുമ്പസാരക്കൂട്ടിൽ വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ചോ, ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഒരു 10 കൊല വെട്ടിയിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഒരു 10 കൊലയും കൂടി വെട്ടും, അതിൻ്റെയും കൂടി കൂട്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥിച്ചോളിട്ടോ. ഞാൻ പോണ വഴിക്ക് ഇനി ചെയ്യാൻ പോകുന്ന തെറ്റിൻ്റെ കൂടി നിങ്ങൾ കൂട്ടി അടിച്ചോളി കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ തെറ്റുകൾ പൊറുക്കാൻ ഇസ്ലാമിൽ യാതൊരു അധികാരം പ്രവാചകന് പോലുമില്ല. അപ്പോ വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റസൂല് പ്രാർത്ഥിക്കുന്നു. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോടാണ്. അപ്പൊ ഇവിടെ അള്ളാഹു കുറ്റം ചെയ്തവരോട് പറയുന്നത്, തെറ്റ് ചെയ്തവർ നിങ്ങൾ റസൂലിന്റെ അടുത്ത് വരിക എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ നിങ്ങൾ റസൂലിനോടും പറയാ, റസൂലെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ സത്താർ സാഹിബ് ഉംറക്ക് പോവാണ്, ഞാൻ എന്താ പറയാ, സത്താർ സാഹിബ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇതല്ലേ നമ്മൾ പറയാം. ഇത് നമ്മൾ പരസ്പരം പറയും. പക്ഷെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. റസൂൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലോ അതിന്റെ ഒരു ഗ്രേഡ് എത്ര വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് അത് റസൂൽ അവിടെ ഉള്ളപ്പോൾ മാത്രം ബാധകമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞതിന് ശേഷം റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് റസൂലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിന് ഇതിൽ യാതൊരു തെളിവുമില്ല. അങ്ങനെ പറയാൻ റസൂൽ ആവശ്യപ്പെട്ടിട്ടില്ല. സഹാബിമാരും അങ്ങനെ ചെയ്തിട്ടില്ല. റസൂലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റസൂലിന്റെ വഫാത്തിന് ശേഷം പറഞ്ഞതായിട്ട് ഒരു സംഭവം. ഈ ആയത്തിൽ പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റസൂലിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ തെറ്റുകൾ, അബദ്ധങ്ങൾ, റസൂലെ ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഞാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കത് പുറത്തു തരാൻ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കും. സൂറത്തുൽ മുനാഫിഖൂൻ എന്നൊരു സൂറത്തുണ്ട്. കാപ്പട വിശ്വാസികൾ എന്നൊരു അധ്യായമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇദാ ഖീല ലഹും, അവരോട് നീ ആവശ്യപ്പെട്ടാൽ, പറയപ്പെട്ടാൽ, തആലൗ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അവർ തല അങ്ങോട്ട് വെട്ടിയിട്ട് പോകും. റസൂലിനൊക്കെ പാർക്കുവാണ്. റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തല വെട്ടിച്ചിട്ട് അവർ അഹങ്കാരികളായി തിരിഞ്ഞു പോകും. അങ്ങനത്തെ സാഹചര്യത്തിൽ അള്ളാഹ് പറയാണ് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. നീ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കൂല. കാരണം അത്രയും ധിക്കാരികളും തമ്മാടികളുമാണത്. അള്ളാഹിന്റെ അടുത്തേക്ക് വരൂ, അള്ളാഹുവിനേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ. റസൂലിന്റെ അടുത്ത് വന്നിട്ട് റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്നാൽ അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാലോ, മുനാഫിക്കുകൾ പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹിന്റെ അടുത്തേക്ക് വരികയും അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പടച്ചവന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അടുത്ത ആയത്ത് 65-ാമത്തെ ആയത്ത്. ഇതും വളരെ നമ്മളുടെ ജീവിതത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വീണ്ടും അള്ളാഹു ആവർത്തിക്കുന്നത് ഫലാ, അങ്ങനെ അല്ല കേട്ടോ, നിങ്ങളീ പറയുന്നത് പോലെ അല്ല കാര്യം. ഇവരെന്താ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ റസൂലിന്റെ കാര്യത്തിൽ ഞങ്ങൾ റസൂൽ പറയുന്ന എല്ലാം അങ്ങനെ അംഗീകരിച്ചോളണമെന്നില്ല. ഫലാ, അങ്ങനെയല്ല. വറബ്ബിക, ഇവിടെ വാവ് ഖസ്മിന്റെ വാവാണ്, സത്യം ചെയ്ത് പറയണം. വറബ്ബിക, നിന്റെ നാഥൻ തന്നെ സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുകയേയില്ല. ഒരു കാര്യം പറയാൻ വേണ്ടി എത്രത്തോളം ശക്തിയാണ് അള്ളാഹു കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഒന്നാമത്തെ ഫല എന്ന് പറയും, അതൊരു ശക്തിയാണ്. നോ, നെവർ എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ രണ്ടാമത്തത് വറബ്ബിക, നിന്റെ റബ്ബ് തന്നെ സത്യം എന്ന് പറഞ്ഞു. പിന്നെ പറയണ ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കുകയില്ല തന്നെ. മൂന്നാമത്തത് ഹത്താ യുഹക്കിമൂക, അവർ നിന്നെ ഹാക്കിമാക്കണം, നിന്നെ വിധികർത്താവാക്കണം. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പൊട്ടിപ്പുറപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ. സുമ്മ ലാ യജിദൂ ഫീ, അങ്ങനെ അവര് നിന്നെ ഹാക്കിമാക്കിയാ പോരാ, വിധികർത്താവാക്കിയാ പോരാ. അങ്ങനെ നീ ഒരു വിധി പറഞ്ഞു, സുമ്മ ലാ യജിദൂന ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത്, നീ വിധിച്ച, നീ പറഞ്ഞ കാര്യത്തിൽ അവർക്കൊരു വിഷമം പിന്നെ ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, അവർ പൂർണ്ണ സമ്മതത്തോടുകൂടി കീഴ്പ്പെടണം, അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഒരു ആയത്തിൽ അള്ളാഹു നിശ്ചയിച്ച പ്രവാചകനെ, ദൂതനെ, നിങ്ങൾ ആ ദൂതൻ പറയുന്നത് അംഗീകരിക്കണം എന്ന് പറയാൻ വേണ്ടി എത്ര 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 കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞത്. ഒന്ന്, അള്ളാഹു തന്നെ സത്യം. രണ്ട്, ഒരിക്കലും നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിന്നെ അവർ ഭരണാധികാരിയാക്കണം, വിധി പറയുന്നവനാക്കണം അവർക്കിടയിലുള്ള ഏത് പ്രശ്നത്തിലും. പിന്നെ നീ പറഞ്ഞ വിധിയിൽ അവർക്ക് മനസ്സിലൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, അവരത് പൂർണ്ണമായും കീഴ്പ്പെട്ട് അംഗീകരിച്ച് അനുസരിച്ചിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം, അതിന്റെ ഡിഗ്നിറ്റി, അതിന്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലമുണ്ട് എന്നാണ് തഫ്സീറുകളിലൊക്കെ കാണുന്നത്. ഇതിറങ്ങിയത് ഈ വിഷയത്തിലാണ് എന്ന് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാന്റെ, നബിയുടെ പിതൃ സഹോദരി, നമ്മളവിടെയൊക്കെ അമ്മായി എന്ന് പറയും, പിതൃ സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. അബ്ദുല്ലാഹിബ്നു സുബൈറിന് വലിയൊരു തോട്ടം ഉണ്ടായിരുന്നു. ഈ തോട്ടം കുറച്ച് മുകളിലായിരുന്നു. ആ തോട്ടത്തിന് താഴെ ഒരു അൻസാരിയുടെ തോട്ടം ഉണ്ടായിരുന്നു. അപ്പം മുകളിൽ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം, അതിന്റെ താഴെ അൻസാരിയുടെ തോട്ടം. അബ്ദുല്ലാഹിബ്നു സുബൈർ
റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അദ്ദേഹത്തിന്റെ തോട്ടം ഒക്കെ നനച്ച് അദ്ദേഹം അതിനവിടെ എന്തായാലും പറയാ ബണ്ടിൽ കെട്ടുകയാണ്, ഈ തടയണ കെട്ട്. അദ്ദേഹം ഈ വെള്ളം തടയണ കെട്ടി പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ തോട്ടമൊക്കെ നനച്ചിട്ട് പിന്നെയാണ് ഈ താഴത്തെ അൻസാരിക്ക് വെള്ളം കിട്ടുക. അപ്പൊ അദ്ദേഹം കംപ്ലൈന്റ് വന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തടയണ കെട്ടിയിട്ട് വെള്ളം അവിടെ പിടിച്ചു വെക്കരുത്. നിങ്ങളുടെ തോട്ടത്തിലേക്ക് ആവശ്യമായ വെള്ളം നിങ്ങൾ എടുത്തോ, നനച്ചോ, എന്നിട്ട് വെള്ളം താഴേക്ക് വിട്ടുകൊടുക്കണം, അതവിടെ തടഞ്ഞു വെക്കരുത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഈ അൻസാരി പക്ഷെ പ്രതീക്ഷിച്ച വിധി എന്താണെന്നറിയോ? അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ വെള്ളം അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഒഴുകി വരണം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അവിടെ പിടിച്ചു വെക്കാനോ അതിൽ നിന്ന് എടുക്കാനോ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു വിധി വരും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേർക്കും വെള്ളം നനക്കാവുന്ന രൂപത്തിൽ ആദ്യം മുകളിലാണ് വരുന്നത്. അപ്പൊ നീ അതിന്റെ വെള്ളം എടുത്തിട്ട് താഴേക്ക് വെള്ളം നീ അങ്ങ് ആ ചാല് താഴേക്ക് തന്നെ ആ ബണ്ടിൽ പൊട്ടിച്ചിട്ട് തടയണ പൊട്ടിച്ചിട്ട് താഴേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന്, ഓ അത് ശരി, നിങ്ങൾ അമ്മായിന്റെ മകനായതുകൊണ്ടായിരിക്കുമല്ലേ മൂപ്പർക്ക് അനുകൂലമായി വിധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇത് പറയുന്നത് ആലോചിച്ചു. ഈ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്ന ഒരു ന്യായം, അല്ലെങ്കിൽ ഒരു സബബുൻ നുസൂൽ. ആലോചിച്ചു, ഇത് നിസ്കാരത്തിന്റെ കാര്യമൊന്നുമല്ല, നോമ്പിന്റെ കാര്യമല്ല, ഹജ്ജിന്റെ കാര്യമല്ല, ഒരു തോട്ടത്തിൽ വെള്ളം നനക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തോട്ടത്തിൽ വെള്ളം നനക്കുന്ന കാര്യത്തിലും അള്ളാന്റെ റസൂൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതെനിക്ക് അനുകൂലമായില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ റസൂലിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾ മൂമിനുകളല്ല, ലാ യുമിനൂൻ, നിങ്ങൾ മൂമിനുകളെ അല്ല എന്നാണ്. അപ്പോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ വറബ്ബിക്, ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും ശരിയാവില്ല. വറബ്ബിക, നിന്റെ നാഥൻ തന്നെ സത്യം. ലാ യുമിനൂൻ, അവർ വിശ്വാസികളല്ല തന്നെ. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവരിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെ വിധികർത്താവാക്കണം. നിന്റെ അടുത്തേക്ക് വരണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യുരീദൂന അൻ യതഹക്കമു ഇല താവൂത്ത്, അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലിന്റെ അടുത്തേക്ക് വിധി തേടി പോകാതെ താവൂത്തിന്റെ അടുത്തേക്ക് വിധി തേടി പോകുന്ന മുനാഫിക്കുകളെ കുറിച്ച് കഴിഞ്ഞ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ നിന്റെ അടുത്തേക്ക് വരണം, വിധി തേടിയിട്ട് ഇതിന്റെ പ്രശ്ന പരിഹാരത്തിന് നിന്റെ അടുത്തേക്ക് വരണം. പോരാ, നീ പറയുന്ന വിധിയിൽ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്, നീ വിധിച്ച ഒരു കാര്യത്തിൽ പിന്നെ അതിൽ അവർക്കൊരു മനസ്താപം ഉണ്ടാകാൻ പാടില്ല, ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമാ, അവര് സശിരകമ്പം അത് അംഗീകരിക്കുകയും വേണം. അപ്പോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രവാചകനെ നിങ്ങൾ പൂർണ്ണമായും അനുസരിക്കണം, ഏത് വിഷയത്തിലാണെങ്കിലും. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ എന്ന് മുത്തഫഖുൻ അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നിങ്ങൾ മൂമിനാവൂല, ഞാനായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ്. ഞാൻ പറയുന്നത് കേൾക്കണം, കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മൂമിനാവൂല. ഞാനൊരു വിധി പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കണം. ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ പറഞ്ഞതിനെ, ഞാൻ കൊണ്ടുവന്നത് അവന്റെ ഇച്ഛയേക്കാൾ ഒരാൾ മുൻഗണന കൊടുക്കുന്നില്ലെങ്കിൽ അവൻ മൂമിനാവൂല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 66-ാമത്തെ ആയത്ത്, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖുതുലൂ അൻഫുസകും ഔ ഖുറുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, നമ്മൾ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ, വലൗ അന്നാ കതബ്നാ അലൈഹിം, കതബ എന്ന് പറഞ്ഞാൽ നിയമമാക്കിയിരുന്നെങ്കിൽ, നിശ്ചയിച്ചിരുന്നെങ്കിൽ, അനി ഖുതുലൂ അൻഫുസകും, നിങ്ങളുടെ ജീവൻ ത്യജിക്കണം, അവി ഖുറുജൂ മിൻ ദിയാരിക്കും, അവി ഖുറുജൂ മിൻ ദിയാരിക്കും, നിങ്ങൾ വീട് ഉപേക്ഷിക്കണം. മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ചെയ്യുള്ളൂ.
വലൗ അന്നഹും ഫഅലൂ മാ യുഅലൂൻ, അവരോട് ഉപദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നുവെങ്കിൽ ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത, അതായിരുന്നു അവർക്ക് നല്ലത്, അതായിരിക്കും അവർക്ക് കൂടുതൽ ഉറപ്പും ധൈര്യവും കിട്ടുകയും ചെയ്യുമായിരുന്നത്. ഇതിപ്പോ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഉഖ്തുലൂ അൻഫുസക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആത്മഹത്യ ചെയ്തോളൂ എന്നാണ്. ഒരാൾ സ്വയം കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഇതിന് രണ്ട് വ്യാഖ്യാനമാണ് തഫ്സീറുകളൊക്കെ കാണുന്നത്. ഒന്ന്, ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദർഭത്തിൽ ബനു ഇസ്രായേലിയരോട് അവരെ കൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവർ പശുവിനെ ആരാധിച്ചപ്പോൾ, പശുവിനെ ആരാധിച്ച കുറ്റത്തിന് അവരെ തന്നെ നശിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷയായി അള്ളാഹു നിങ്ങളോട് തന്നെ നിങ്ങളെ വധിക്കാൻ ആവശ്യപ്പെട്ടാൽ അവരെ ചെയ്യില്ല എന്നാണ് ഒരർത്ഥം. പക്ഷെ ഇവിടെ സന്ദർഭത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ഉഖ്തുലൂ അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് സമരം ചെയ്യാൻ തയ്യാറുണ്ടോ? അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം. അത് ഒരാൾ കൊലക്ക് കൊടുക്കുന്നതിന് തുല്യമാണല്ലോ. അവരോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉഖ്റുജൂ മിൻ ദിയാരിക്കും, നിങ്ങൾ വീട് വിട്ടിറങ്ങണം, നിങ്ങൾ ജീവത്യാഗം ചെയ്യണം, നിങ്ങളുടെ വീട് സമ്പത്ത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മാ ഫഅലൂഹു ഇല്ലാ ഖലീലൻ മിൻഹും, അവരിൽ അധികം ആളുകളും മുനാഫിക്കുകളിലും ജൂതന്മാരിലും പെട്ട അധികം ആളുകളും അത് ചെയ്യില്ല. വലൗ അന്നഹും ഫഅലൂ മാ യുഅലൂന ബിഹി, അവരോട് പറഞ്ഞ കാര്യം ചെയ്തിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് നല്ലത്. വഅശദ്ദ തസ്ബീത, അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് പേടില്ലാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു. وَإِذًا لَّأَتَيْنَاهُم مِّن لَّدُنَّا أَجْرًا عَظِيمًا وَإِذًا لَّآتَيْنَاهُم مِّن لَّدُنَّا أَجْرًا عَظِيمًا, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അവർ ചെയ്തിരുന്നുവെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അപ്പൊ അള്ളാഹ് പറഞ്ഞത് അവർ ശരിയായ അർത്ഥത്തിൽ കേൾക്കാൻ സന്നദ്ധരാകുമായിരുന്നെങ്കിൽ അള്ളാഹു അവർക്ക് ധാരാളം പ്രതിഫലവും ധാരാളം അനുഗ്രഹങ്ങളും നൽകുമായിരുന്നു. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമാ, അവരെ നേരായ വഴിയിൽ നാം നയിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമൻ യുതിഇല്ലാഹ വറസൂല. ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷനാണ് അള്ളാഹു നടത്താൻ പോകുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചാൽ ഫഉലൈക, അവർക്ക് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എന്തൊരു മഹത്തായ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുക എന്നറിയും. നമുക്കിപ്പോ റസൂലിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും റസൂലിനെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ കാണാനോ സ്വപ്നത്തിൽ കാണാനോ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും അള്ളാഹു പറഞ്ഞതനുസരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, അനുസരിച്ചാൽ, ഫഉലൈക, അവരാരാകട്ടെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാകട്ടെ, 24-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാകട്ടെ, 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാകട്ടെ, ആരായിക്കോട്ടെ, ഫഉലൈക അവര് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ ആയിരിക്കും. ആരൊക്കെന്നറിയോ? മിനൻ നബിയ്യീന, പ്രവാചകന്മാരുടെ കൂടെ ആയിരിക്കും. അപ്പൊ നമ്മൾ സൗഭാഗ്യം ചെയ്തവരാണെങ്കിൽ, നമ്മൾ അള്ളയും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നബിമാരുടെ കൂടെ ഇരിക്കാമെന്ന്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന. ആരാ സിദ്ദീഖ്? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം അപ്പടി അംഗീകരിച്ച് അത് സത്യപ്പെടുത്തുന്നവനാണ് സിദ്ദീഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് കൊടുത്തിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കാരണം റസൂല് പറഞ്ഞത് അപ്പടി അംഗീകരിച്ച ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സിദ്ദീഖ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യം അവർ ചെയ്യും, സത്യം അവർ പറയും, പ്രവാചകന്മാരെ, വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്യും. വശുഹദാ, ശുഹദാ എന്ന് പറഞ്ഞാൽ ആരാ?
രക്തസാക്ഷികൾ. നമുക്ക് രക്തസാക്ഷികളാകാതെ രക്തസാക്ഷികളുടെ കൂടെ ഇരിക്കണോ? ഇപ്പൊ ഗസയിലൊക്കെ എത്ര രക്തസാക്ഷികൾ? 10-50,000-ഓളം ആളുകൾ രക്തസാക്ഷികൾ. അവര് ഇസ്സത്തോടുകൂടി വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ധീരതയോടുകൂടി എഴുന്നേറ്റിരിക്കണം. ഇസ്രായേലിൽ, അമേരിക്കയിൽ ആളുകൾ അത്ഭുതം കൂറുകയാണ്. ഇത് എന്തൊരു ജനതയാണ്! ഇസ്രായേൽ തോറ്റു, ഫലസ്തീൻ ജയിച്ചു എന്നാണ്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പത്രമാണ് ഹാരറ്റ്സ്. ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ലാണ്. ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത യുദ്ധം ഇപ്പൊ ഈ 10-15 മാസമായിട്ടും ഹമാസിനെ തുടച്ചു നീക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഹമാസിന്റെ മുമ്പിൽ പോയി കെഞ്ചി കരാറിൽ ഒപ്പിടേണ്ട ഗതികേടിലേക്ക് അവരെത്തി. ഗസയുടെ തെരുവുകൾ മുഴുവൻ ആരാണ് കൈയടക്കിയിട്ടുള്ളത്? ഹമാസാണ്. ഹമാസിന്റെ തലയിക്കെട്ട് കെട്ടിയ പ്രത്യേകമായ വളണ്ടിയേഴ്സ്, അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത്. ഹമാസിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് അഭിമാനമുണ്ട്. അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ശുഹദാക്കൾ, കാരണം അവർക്ക് ഷഹാദത്തിൽ വിശ്വാസമുണ്ട്. ആ ശുഹദാക്കളുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കണോ, വസിക്കണോ? അവരുടെ കൂടെ ഒന്ന് പോയിരിക്കണോ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. വസ്സാലിഹീൻ, സൽക്കർമ്മം ചെയ്ത ആളുകളുടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കണം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. അപ്പൊ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനെയും അനുസരിച്ചവർക്ക് നബിമാരുടെ കൂടെ ഇരിക്കാം, സിദ്ദീഖീങ്ങളുടെ കൂടെ ഇരിക്കാം, ശുഹദാക്കളുടെ കൂടെ ഇരിക്കാം, സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കാം. ഈ 4 കൂട്ടരുടെ സാമീപ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ പോരാ, അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കണം. വഹസുന ഉലൈക റഫീഖാ. അതെത്ര നല്ല കൂട്ടുകാരൻ! അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് നമുക്കൊന്ന് പോയിരിക്കാൻ പറ്റുന്ന ഭാഗ്യങ്ങൾ ആലോചിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നമ്മൾ പോയിരിക്കാണ്. എന്നിട്ട് നമ്മുടെ റഫീഖാവാണ് അള്ളാഹിന്റെ റസൂല്. അള്ളാഹനെ പറയാണ് വഹസുന ഉലൈക റഫീഖാ. അതെത്രമാത്രം മഹത്തായ ഫ്രണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് അള്ളാഹിന്റെ റസൂല്. അതിനേക്കാൾ വലിയ സൗഭാഗ്യം പിന്നെ എന്താണ്? ദാലിക്കൽ ഫളു മിനല്ലാഹ്. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുക, സിദ്ദീഖീങ്ങളടുത്തും ശുഹദാക്കളടുത്തും സാലിഹീങ്ങളടുത്തും ഇരിക്കാൻ പറ്റുക. ദാലിക്കൽ ഫളു മിനല്ലാഹ്. അത് അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രത്യേക അനുഗ്രഹമാണ്. വകഫാ ബില്ലാഹി അലീമാ. എല്ലാം അറിയുന്നവനായി അള്ളാഹു തന്നെ മതി. അതാണ് 70-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ നാളെ പരലോകത്തിരിക്കാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിനെ അനുസരിക്കുക, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുക. എന്നാൽ ഈ ഭാഗ്യം അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഈ 1-ാമത്തെ ഭാഗം അവസാനിക്കുകയാണ്. 70 വരെയുള്ള ആയത്തുകളാണ്. അടുത്ത തിങ്കളാഴ്ചയല്ലേ പരീക്ഷ? അടുത്ത തിങ്കളാഴ്ചയാണ് 70 വരെയുള്ള ആയത്തുകളുടെ പരീക്ഷ. നിങ്ങൾ തഫ്ഹീമുൽ ഖുർആൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടാവും അതിന്റെ കോപ്പി. ഇല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇട്ട് തരും. തഫ്ഹീമുൽ ഖുർആൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് പുസ്തകം നോക്കി പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരവസരമാണ്. എന്തായിരുന്നാലും അടുത്ത തിങ്കളാഴ്ചയുള്ള പരീക്ഷയിൽ നിങ്ങൾ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാ